കരിമണൽ ഖനനത്തിൽ പിണറായി വിജയനെതിരെ VM സുധീരൻ. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികളെ വിസ്മരിക്കരുത്. തോട്ടപ്പള്ളിയിൽ നടന്നതും കരിമണൽ ഖനനമാണ്. പിണറായിയുടെ ഇപ്പോഴത്തെ നിലപാട് വസ്തുതാവിരുദ്ധമെന്നും VM സുധീരൻ കുറ്റപ്പെടുത്തി. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. എന്താണ് അലക്സ് ഈ VM സുധീരന്റെ ഇപ്പോഴത്തെ കുറ്റപ്പെടുത്തലിലെ മറ്റ് ഉള്ളടക്കങ്ങൾ, വിവരങ്ങൾ എന്തൊക്കെയാണ്? അമല, സംസ്ഥാന ബജറ്റിൽ മുഖ്യമന്ത്രി VD സതീശൻ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചതിന് ശേഷമാണ് ഈ വിഷയം വീണ്ടും സജീവ ചർച്ചയിലേക്ക് വരുന്നത്. കരിമണൽ ഖനനം അത് സ്വകാര്യവൽക്കരിക്കും എന്ന സൂചനയാണ് ബജറ്റിൽ നൽകിയിരിക്കുന്നത്. അത് പിൻവലിക്കണമെന്ന കത്ത് VM സുധീരൻ മുഖ്യമന്ത്രിക്ക് നൽകി. പിന്നാലെ ഈ കരിമണൽ ഖനനത്തിന് ആദ്യഘട്ടത്തിൽ അനുമതി നൽകിയത് പിണറായി വിജയൻ സർക്കാരാണെന്ന വിമർശനവുമായി VM സുധീരൻ രംഗത്തെത്തി. അത് പിണറായി വിജയൻ അതിനെ എതിർത്തു. അത് കർശനമായ വിമർശനത്തോടെയായിരുന്നു പിണറായി വിജയൻ ഈ VM സുധീരന്റെ ഈ നിലപാടിനെ എതിർത്തത്. അതിന് വീണ്ടും ഒരു വ്യക്തത വരുത്തുകയാണ് VM സുധീരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ. അദ്ദേഹം പറയുന്നത് പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടിയെ വിസ്മരിക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമായി ഈ കുട്ടനാട്ടിലേക്ക് എത്തുന്ന പ്രളയജലം അത് കടലിലേക്ക് ഒഴുക്കുന്നതിന്റെ പേരിൽ കരിമണൽ കമ്പനിക്ക്, അതായത് സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ ഖനനത്തിന് അനുമതി നൽകുകയായിരുന്നു അന്നത്തെ സർക്കാർ. അത് 2019 അതുമായി ബന്ധപ്പെട്ട ഉത്തരവിട്ടത്. അതിനുശേഷം ഈ വിഷയം ശക്തമായ സമരം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നാലെ ഇത് കോടതിയിലേക്ക് എത്തി. 2026 ജനുവരിയിൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരും പഞ്ചായത്ത് പ്രതികൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് പഠനം നടത്തണമെന്നായിരുന്നു കോടതി വിധി. പക്ഷേ ആ വിധി മുന്നോട്ട് പോയില്ല. ഇതിനെല്ലാം പിന്നിൽ പിണറായി വിജയൻ സർക്കാർ എടുത്ത തീരുമാനം എന്ന വിമർശനമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം നടന്നിട്ടുണ്ട്. പ്രളയജലം കടലിലേക്ക് ഒഴുക്കുന്നതിന്റെ പേര് പറഞ്ഞാണ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ നടപടിയുമായി അന്നത്തെ സർക്കാർ മുന്നോട്ട് പോയതെന്ന വിമർശനമാണ് VM സുധീരൻ ഇപ്പോൾ ഉയർത്തുന്നത്. അമൽ, ശരി. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.